വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് യൂണിറ്റ് 3 ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ട്രെയിൽ ഓഫ് സയൻസ്. ട്രെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത. അപ്പോൾ സയൻസിൻ്റെ പാതയാണ് 3rd യൂണിറ്റിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. അപ്പോൾ സയൻസുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആയിരിക്കും എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ആ സയൻസ് എന്ന് പറയുന്ന വേർഡ് തന്നെ ടൈറ്റിലായി വന്നിരിക്കുന്ന ആദ്യത്തെ ചാപ്റ്റർ ടോക്കിംഗ് ഓഫ് സയൻസ്. അതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്? ഒരു ഇൻ്റർവ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലെ ഓരോ വാക്കുകളും സെൻറ്റൻസും മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഈ ഒറ്റ വീഡിയോയിൽ ഈ ചാപ്റ്റർ മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. ഇൻ ക്വസ്റ്റ്യൻസ് ഓഫ് സയൻസ്, ദ അതോറിറ്റി ഓഫ് 1,000 ഈസ് നോട്ട് വർത്ത് ദി ഹംബിൾ റീസണിങ് ഓഫ് എ സിംഗിൾ ഇൻഡിവിജ്വൽ. ഇതാരാ പറഞ്ഞത്? ഗലീലിയോ ഗലീലി. ഒരുപാട് ആളുകൾ, ഒത്തിരി പവറുള്ള ആളുകൾ അല്ലെങ്കിൽ ഒത്തിരി അറിവുള്ള ആളുകൾ എല്ലാവരും ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. എന്ന് കരുതി അത് സയൻസിൻ്റെ രീതിയിൽ ശരിയാവണമെന്നില്ല. എന്നാൽ സെയിം ടൈം ഒരു സാധാരണക്കാരൻ തെളിവുകൾ നിരത്തിക്കൊണ്ട് എക്സ്പെരിമെൻ്റ് വഴി അത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും സയൻസ് ആക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക. അപ്പോൾ സയൻറ്റിഫിക് ആയ തെളിവുകൾക്കാണ് ഇമ്പോർട്ടൻസ്. അല്ലാതെ ഒത്തിരി ആളുകൾ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കരുതി അത് സയൻറ്റിഫിക്കലി കറക്റ്റ് ആകണം എന്നില്ല. Thousands of people may have seen apples falling from trees. അതെ, ആയിരക്കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഒരു മരത്തിൽ നിന്നും ആപ്പിൾ വീഴുന്ന ഒരു രംഗം. ബട്ട് ഇറ്റ് took the curiosity and keen observation of an Isaac Newton to relate the fall of an apple to the laws of gravity and motion. എന്നാൽ ഇത്രയും ആളുകൾ ആപ്പിൾ മരത്തിൽ നിന്നും ആപ്പിൾ വീഴുന്നത് കണ്ടിട്ടും ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ക്യൂരിയോസിറ്റി അല്ലെ, ആകാംക്ഷ, കൗതുകം, കീൻ ഒബ്സർവേഷൻ, അതിയായ നിരീക്ഷണം, ഇത് രണ്ടുമാണ് എന്തിന് കാരണമായത്? ലോസ് ഓഫ് മോഷനും പിന്നീട് ഈ ലോകത്തിൻ്റെ എല്ലാ നിയമങ്ങളെയും ഭരിക്കുന്ന ഗ്രാവിറ്റി പോലെയുള്ള കണ്ടുപിടുത്തങ്ങൾക്കും കാരണമായത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഈ ഒബ്സർവേഷൻ ആണ്. Can you cite other examples of revolutionary discoveries that arose from curiosity and observation? ഇതുപോലെ മറ്റ് വിപ്ലവകരമായ, റെവല്യൂഷണറി ആയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന മറ്റ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുമോ? ഇഷ്ടം പോലെ ഉണ്ടല്ലേ. Here is an excerpt from an interview with Dr. Ajit Parameswaran, a young scientist from our own state, Kerala. ഈ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി നമ്മൾ രാജ്യവും ലോകവും ഒന്നും കടന്ന് എവിടെയും പോകുന്നില്ല. കേരളത്തിലെ തന്നെ വളരെ ഫേമസ് ആയ ഒരു സയൻറ്റിസ്റ്റിനോടാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരു എക്സെപ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഇൻ്റർവ്യൂയുടെ ഭാഗം കംപ്ലീറ്റ് ആയിട്ടില്ല, ഒരു ഭാഗം മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താണ്? ഡോക്ടർ അജിത് പരമേശ്വരൻ. He has followed the trial of science from a very young age. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ നമ്മുടെ യൂണിറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ട്രയൽ ഓഫ് സയൻസ് എന്നാണ്, സയൻസിൻ്റെ പാത. അപ്പോൾ ആ ഒരു പാത വളരെ ചെറുപ്പത്തിൽ മുതൽ തന്നെ പിന്തുടർന്ന ഒരു വ്യക്തിയായിരുന്നു അജിത്. യൂസിങ് ഓൾ ദ റിസോഴ്സസ് ആൻഡ് ഫെസിലിറ്റീസ് ഓഫ് ഹിസ് ലോക്കൽ സ്കൂൾ ആൻഡ് ലൈബ്രറി. നമുക്കറിയാമല്ലേ കേരളത്തിൻ്റെ ഒരു സ്ഥിതി നമുക്കറിയാം. അപ്പോൾ വലിയ വലിയ ടെക്നോളജീസോ വലിയ റിസോഴ്സസ് ഒന്നും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. എന്നാൽ പരിമിതമായ ആ വസ്തുക്കൾ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ ഉയരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു, ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ഇൻ്റർവ്യൂയിലേക്ക് കിടക്കാം. ടോക്കിംഗ് ഓഫ് സയൻസ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അജിത് പരമേശ്വരൻ. ആദ്യം തന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ വിഷ് ചെയ്തുകൊണ്ട് തുടങ്ങുകയാണ്. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു യു. അങ്ങയോട് സംസാരിക്കാൻ ഒരു അവസരം നൽകിയതിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. എവ്രി വൺ നോസ് ദാറ്റ് സയൻറ്റിസ്റ്റ് ഡിസ്കവർ തിങ്സ്. എല്ലാവർക്കും അറിയാം സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ആൾ, ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്ന ഒരാൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ആളാണ്. ബട്ട് വാട്ട് എക്സാക്ട്ലി ഡു ദേ ഡു? എന്നാൽ സത്യത്തിൽ അവരെന്താ ചെയ്യുന്നത്? ശരിക്കും അവരുടെ ജോലി എന്താ? ഡോക്ടർ അജിത് പരമേശ്വരൻ ഉത്തരം പറയുകയാണ്. വെൻ ഐ വാസ് എ ചൈൽഡ്, ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ there were no scientists around me to ask this question. എൻ്റെ ചുറ്റും എനിക്കറിയാവുന്ന ശാസ്ത്രജ്ഞന്മാരൊന്നുമില്ല ഈ ഒരു ഡൗട്ട് പോയി ചോദിക്കാൻ. ശരിക്കും നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് പോയി ചോദിക്കാൻ ഒരു ശാസ്ത്രജ്ഞനെ എനിക്കറിയില്ല, എൻ്റെ ചുറ്റും ആരുമില്ലായിരുന്നു. ബട്ട് ഈവൻ നൗ മൈ ഫ്രണ്ട്സ് സംടൈംസ് ആസ്ക് മീ ദ സെയിം തിങ്. എന്നാൽ ഇന്നും ചിലപ്പോഴൊക്കെ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട്, എൻ്റെ കൂട്ടുകാർ വന്നിട്ട് ഇതേ ചോദ്യം എന്നോട് ചോദിക്കാറുണ്ട്. ഹാഫ് ജോക്കിംഗ് ഹാഫ് സീരിയസ്. ചിലരെന്ത് ചെയ്തും ഒരു കോമഡി പോലെ ചോദിക്കുക അല്ലേ, സത്യത്തിൽ നീ എന്താടാ ചെയ്യുന്നത്? ഒരു കോമഡി ആയിട്ട് ചോദിക്കും. എന്നാൽ അതിലൊരു പകുതി സീരിയസ്നെസ്സും ഉണ്ട്. കാരണം അവർക്ക് സത്യത്തിൽ അറിയണം എന്താണ് ഈ ശാസ്ത്രജ്ഞന്മാരുടെ ജോലി, അവരെന്താണ് ചെയ്യുന്നത് എന്ന്. അതുകൊണ്ടാണ് ഹാഫ് ജോക്കിംഗ് ഹാഫ് സീരിയസ് എന്ന് പറയുന്നത്. ഐ ഓഫൻ ലാഫ് ഇറ്റ് ഓഫ് ആൻഡ് ചേഞ്ച് ദി ടോപ്പിക്. അപ്പോൾ ഞാൻ പൊതുവെ ചിരിക്കും, എന്നിട്ട് ആ സബ്ജക്റ്റ് അങ്ങ് മാറ്റും. സോ ഡോക്ടർ പരമേശ്വരൻ, ഹൗ വുഡ് യു ഡിസ്ക്രൈബ് വാട്ട് സയൻറ്റിസ്റ്റ് ഡു? ഓക്കെ, അങ്ങനെയാണെങ്കിൽ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ് അല്ലേ, എന്താണ് സത്യത്തിൽ സയൻറ്റിസ്റ്റുകൾ ചെയ്യുന്നത്? അപ്പോൾ അജിത് പറയുന്നു,
പ്ലീസ് കോൾ മീ അജിത്. എന്നെ ഡോക്ടർ അജിത് പരമേശ്വരൻ എന്നൊന്നും വിളിക്കേണ്ട, എന്നെ അജിത് എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുന്നു. ഐ തിങ്ക് എ ഗുഡ് ഡിസ്ക്രിപ്ഷൻ വുഡ് ബി ദാറ്റ് സയൻറ്റിസ്റ്റ് ക്രിയേറ്റ് നോളജ്. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഒരു വിവരണം എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റുകൾ അറിവ് ഉണ്ടാക്കുന്ന ആളുകളാണ്. സയൻറ്റിസ്റ്റ് ക്രിയേറ്റ് നോളജ്. All humans and even many animals are consumers of knowledge. എല്ലാ മനുഷ്യരും ചില മൃഗങ്ങളും സത്യത്തിൽ ഈ അറിവ് ഉപയോഗിക്കുന്നവരാണ്, കൺസ്യൂം ചെയ്യുന്നവരാണ്, അവരെ ഉപയോഗിക്കുന്നു. എങ്ങനെ? A farmer has to know when to sow and reap. ഒരു കർഷകന് എപ്പോഴാണ് വിതയ്ക്കേണ്ടത് എന്നും എപ്പോഴാണ് കൊയ്യേണ്ടത് എന്നുള്ള അറിവുണ്ടായിരിക്കണം അല്ലേ? A vegetable vendor needs to do some arithmetic in his head. അപ്പോൾ ഈ പച്ചക്കറി വിൽക്കുന്ന ആൾ, അയാൾക്ക് എന്തായാലും ഒരു പേപ്പറും പെന്നും എടുത്ത് എപ്പോഴും കണക്ക് കൂട്ടാൻ പറ്റുമോ? ഇല്ല. അയാളുടെ തലയിൽ എപ്പോഴും അയാൾ കണക്ക് കൂട്ടുന്നുണ്ടാവും. ആൻഡ് an engineer needs to know, for example, how to design a bridge that can hold the required load. അപ്പോൾ എന്തായാലും ഒരു എഞ്ചിനീയറിന് ഒരു പാലം ഡിസൈൻ ചെയ്യാനുള്ള അറിവുണ്ടായിരിക്കണം. അതിന് എത്ര വെയിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹത്തിന് ഒരു കണക്ക് കൂട്ടൽ ഉണ്ടായിരിക്കണം ആ പാലത്തിന്. അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും സയൻറ്റിസ്റ്റുമാർ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. വാട്ട് മെയ്ഡ് യു ഇൻട്രസ്റ്റഡ് ഇൻ ദ ക്രിയേഷൻ ഓഫ് നോളജ്, അജിത്? അപ്പോൾ എന്താണ് താങ്കൾക്ക് ഈ ഒരു നോളജ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നോളജ് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് താങ്കൾക്ക് എങ്ങനെയാണ് ഉണ്ടായത്? ഡിഡ് സംതിങ് സ്പാർക്ക് യുവർ ക്യൂരിയോസിറ്റി അബൌട്ട് ദ നാച്ചുറൽ വേൾഡ്? ഈ കാണുന്ന ലോകത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കൗതുകം, എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നോ താങ്കൾക്ക്? എന്തെങ്കിലും ഒരു വഴിത്തിരിവ് അല്ലെ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അജിത്ത് എന്താ പറയുന്നത്? വെൻ ഐ വാസ് എ ചൈൽഡ്, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ, എ ഫാസിനേറ്റിംഗ് ബുക്ക് ഇൻ മലയാളം. മലയാളത്തിൽ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ബുക്ക്. എന്താണ് ആ ബുക്കിൻ്റെ പേര്? എന്തുകൊണ്ട് 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 എന്നാണ് ആ ബുക്കിൻ്റെ പേര്. വാസ് പബ്ലിഷ്ഡ് ബൈ ദ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അപ്പോൾ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പബ്ലിഷ് ചെയ്തിരുന്ന ഒരു ബുക്കായിരുന്നു അത്. ആ ലോക്കൽ ലൈബ്രറി ഹാഡ് എ കോപ്പി. അവിടുത്തെ ലൈബ്രറിയിൽ അതിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു. ദ ബുക്ക് എക്സ്പ്ലെയിൻഡ് മെനി ഇൻട്രസ്റ്റിംഗ് ഫിനോമിന ഓഫ് ദ നാച്ചുറൽ വേൾഡ് ടു ദ ക്യൂരിയസ് റീഡർ. അപ്പം നല്ല കൗതുകത്തോടെ വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു ലോകത്തെക്കുറിച്ച്, നമ്മൾ ചുറ്റും കാണുന്ന ഈ ഒരു നേച്ചറിനെ കുറിച്ച്, ഈ ലോകത്തെക്കുറിച്ച് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. ഈവൻ നൗ, എന്തിന് ഇപ്പോൾ പോലും, ബുക്സ് റിമെയിൻ എ സോഴ്സ് ഓഫ് റിലയബിൾ ഇൻഫർമേഷൻ. ഈ ബുക്കുകൾ എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിച്ച് അറിവുകൾ നേടാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അൺലൈക്ക് മോസ്റ്റ് ഓഫ് ദി ഇൻഫർമേഷൻ വി ഗെറ്റ് ഓൺലൈൻ. നമ്മൾ ഓൺലൈനിൽ കിട്ടുന്ന എല്ലാ ഇൻഫർമേഷനും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. എന്നാൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ബുക്കിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നമുക്ക് കുറച്ചുകൂടി വിശ്വസിക്കാൻ കഴിയുന്നതാണ് എന്ന് പറയുന്നു. ബട്ട് അജിത്, ഈവൻ നൗ, ഡെസ്പൈറ്റ് ഓൾ ദി ഇൻഫർമേഷൻ അവൈലബിൾ, ആർ ദെയർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ദാറ്റ് റിമെയിൻ അൺആൻസേർഡ്? അപ്പോൾ അജിത്, നമുക്കിപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ വിരൽത്തുമ്പിലുണ്ടല്ലേ? അങ്ങനെയാണെങ്കിലും ഇപ്പോഴും ഉത്തരം കിട്ടാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് നിലനിൽക്കുന്നില്ലേ? അപ്പോൾ അജിത് എന്തു പറയുന്നു? അൺഡൗട്ടഡ്ലി, നിസ്സംശയം പറയാം, ഉണ്ട്. വി സ്റ്റിൽ ഡോണ്ട് ഹാവ് വെരി ഗുഡ് ആൻസേഴ്സ് ടു മെനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ദാറ്റ് കൺസേൺ അസ്. നമ്മളെ ബാധിക്കുന്ന പല ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾക്കും ഇപ്പോഴും നമ്മൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കാത്തതായി ഉണ്ട്. ഫോർ എക്സാമ്പിൾ അജിത്ത് തന്നെ പറയുകയാണ്, വാട്ട് ആർ ദ റിയൽ റീസൺസ് ഫോർ ദ ഇൻക്രീസിങ് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട്സ് ഇൻ കേരള? മനുഷ്യനും മൃഗങ്ങളും, കേരളത്തിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് വന്യമൃഗശല്യങ്ങൾ ഉണ്ടാകുന്നു. സെയിം ടൈം മനുഷ്യന്മാർ മൃഗങ്ങളെയും അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ റിയൽ ആയ റീസൺ എന്താണ് എന്ന് നമുക്ക് ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. Why do we now have so many more extreme weather events such as flash floods and landslides? എന്തുകൊണ്ടാണ് പഴയ കാലത്തെ അപേക്ഷിച്ചല്ല ഇപ്പോൾ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഒക്കെ വളരെ കൂടുതലാണ്? അതിൻ്റെ റിയലായ ഒരു കാരണവും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. Why are there frequent outbreaks of rare viral diseases? എന്തുകൊണ്ടാണ് പകർച്ചവ്യാധികൾ പെട്ടെന്ന് ഉണ്ടാകുന്നത്? Why are there so many mosquitoes? എന്തുകൊണ്ടാണ് ഈ കൊതുക് ശല്യം പെരുകുന്നത് എന്നും നമുക്ക് കണ്ടെത്താനായി റിയൽ റീസൺ നമുക്ക് കിട്ടിയിട്ടില്ല. We don't have good answers yet to these and various other questions. നമുക്ക് ഉത്തരങ്ങളുണ്ട്, എന്നാൽ അത് വളരെ നല്ല ഉത്തരങ്ങൾ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതുമാത്രമല്ല, ഇതുപോലെ പല ചോദ്യങ്ങൾക്കും എന്ന് പറയുന്നു. It is said that curiosity is at the heart of science. കൗതുകം സത്യത്തിൽ സയൻസിന്റെ ഹൃദയം എന്ന് പറയുന്നു. ഒരു കാര്യം നമുക്ക് അറിയാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ, ഒരു കൗതുകം ഇല്ലെങ്കിൽ നമുക്കത് പഠിക്കാനായിട്ട് സാധിക്കില്ല. വൈ ഈസ് ക്യൂരിയോസിറ്റി സോ ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് ഈ കൗതുകം അല്ലെങ്കിൽ ഒരു കാര്യം അറിയാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആകുന്നത്? അജിത്ത് എന്താ പറയുന്നത്? ക്യൂരിയോസിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ എ ഗുഡ് സയൻറ്റിസ്റ്റ്. ഒരു നല്ല സയൻറ്റിസ്റ്റ് ആകണമെങ്കിൽ നല്ല കൗതുകം ഉണ്ടായിരിക്കണം. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഡിസയർ ടു നോ സംതിങ്. ഒരു കാര്യം അറിയാനുള്ള അതിയായ നമ്മുടെ ആഗ്രഹമാണ് കേട്ടോ ക്യൂരിയോസിറ്റി. ഇറ്റ് ഡ്രൈവ്സ് എ ക്വസ്റ്റ് ഫോർ നോളജ്. അതാണ് സത്യം പറഞ്ഞാൽ അറിവ് നേടാനുള്ള ഒരു ത്വരയ്ക്ക് തന്നെ കാരണം. അതുണ്ടെങ്കിലേ നമുക്കൊരു കാര്യം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ.
വൈൽ ചിൽഡ്രൻ നാച്ചുറലി ആസ്ക് ക്വസ്റ്റ്യൻസ് അഡൽട്ട്സ് ഓഫൺ ഡു നോട്ട്. നമുക്കറിയാം, പ്രായമുള്ള ഒരാളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെറിയ കുട്ടികൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവരാണല്ലേ. എല്ലാ കാര്യത്തെക്കുറിച്ചും അവർക്ക് ഭയങ്കര കൗതുകമായിരിക്കും, ഭയങ്കര സംശയവുമായിരിക്കും. either because they don't care or because they don't want to appear ignorant. എന്തുകൊണ്ടായിരിക്കാം വലിയ ആളുകൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാത്തത്? ഒന്ന്, അവർക്കിതിലൊന്നും വലിയ കാര്യമില്ല, ഒരു ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡാണ്. ഇതെന്തായാലും എനിക്കെന്താ എന്നൊരു ആറ്റിറ്റ്യൂഡ്. രണ്ടാമത്തത്, ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കൊരു അറിവില്ല എന്ന് ആളുകൾ വിചാരിക്കില്ലേ എന്ന് തോന്നിയിട്ട്. ഇവ രണ്ടുമായിരിക്കണം എന്ത് കാരണം? ക്വസ്റ്റ്യൻസ് ചോദിക്കാത്തതിൻ്റെ കാരണം. Scientists, however, must retain the childlike curiosity and admit their ignorance. എന്നാൽ ഒരു ശാസ്ത്രജ്ഞൻ ഈ കുട്ടികളെ പോലെ ക്യൂരിയോസിറ്റി ഉള്ളവരായിരിക്കണം, കൗതുകമുള്ളവരായിരിക്കണം. മാത്രവുമല്ല, അവർക്കൊരു കാര്യം അറിയില്ല എങ്കിൽ അതിലൊരു നാണക്കേടും വിചാരിക്കാതെ അത് അംഗീകരിക്കണം, എനിക്കത് അറിയില്ല എന്ന്. എങ്കിൽ മാത്രമേ ഒരു ശാസ്ത്രജ്ഞന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ദിസ് alone can drive them to discover the truth. ഇതുണ്ടെങ്കിൽ തന്നെ സത്യം കണ്ടെത്താനായിട്ട് അവർക്ക് സാധിക്കും. Of course, creating new knowledge also requires a strong understanding of what's already known. എന്നാൽ ഈ ഒരു ക്യൂരിയോസിറ്റി മാത്രം മതിയോ? പോരാ. ഓൾറെഡി ഒത്തിരി കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടല്ലേ, അതിനെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം. ഉള്ളതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതുവരെ കണ്ടെത്താത്ത ഒരു കാര്യം നമുക്ക് അതിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ആസ് ന്യൂട്ടൺ സെഡ്, ന്യൂട്ടൺ പറഞ്ഞതുപോലെ, ഇഫ് ഐ ഹാവ് സീൻ ഫാർദർ ഇറ്റ് ഈസ് ബൈ സ്റ്റാൻഡിങ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ജയൻസ്. എന്താണ് ന്യൂട്ടൺ പറഞ്ഞത്? ഞാൻ ദൂരെയുള്ള എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് രാക്ഷസന്റെ അല്ലെങ്കിൽ ഭീകരമായ എന്തെങ്കിലും ഒന്നിൻ്റെ ചുമരിൽ കയറി നിന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അവ കണ്ടത് എന്ന് വെച്ചാൽ എന്താണ്? ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ. ആ ഒരു സമ്പത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, ആ ഒരു ഷോൾഡറിൽ കയറാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ദൂരെയുള്ളത് കാണാനായിട്ട് കഴിയുകയുള്ളൂ. സ്കൂൾ എഡ്യൂക്കേഷൻ പ്രിപ്പയർസ് അസ് ഫോർ ദിസ്. അപ്പോൾ നമുക്ക് ഒരു ബേസ് വേണം അല്ലേ, ആ ഒരു ജയൻറ്റിൻ്റെ ഷോൾഡറിൽ കയറാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് സ്കൂളിലെ വിദ്യാഭ്യാസം നമുക്ക് വളരെ അത്യാവശ്യമാണ്. യു വിൽ എഗ്രി അജിത് ദാറ്റ് വി നീഡ് മോർ സയൻറ്റിസ്റ്റ്. വാട്ട് ദെൻ ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സയൻറ്റിസ്റ്റ്? നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും അംഗീകരിക്കും എന്നെനിക്കറിയാം, നമുക്ക് ഇനിയും സയൻറ്റിസ്റ്റുകളുടെ ആവശ്യമുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ നല്ലൊരു സയൻറ്റിസ്റ്റിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? അജിത്ത് എന്തു പറയുന്നു? ആസ്പയറിംഗ് സയൻറ്റിസ്റ്റ് നീഡ് ടു മാസ്റ്റർ റിസർച്ച് ടെക്നിക്സ്. ആസ്പയറിംഗ് എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന. അപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? റിസർച്ച് ടെക്നിക്സിൽ മാസ്റ്റർ ചെയ്യണം, നല്ല റിസർച്ച് ടെക്നിക്സ് ഉണ്ടായിരിക്കണം. ദേ നീഡ് ടു ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ്. അവർ ശരിയായ ചോദ്യങ്ങൾ ചോദിക്കണം. ആൻഡ് കണ്ടക്ട് കെയർഫുൾ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യണം വളരെ കെയർഫുള്ളായി, ശ്രദ്ധയോടെ. ടു അറൈവ് അറ്റ് ലോജിക്കൽ ആൻഡ് അൺബയസ്ഡ് കൺക്ലൂഷൻ. അങ്ങനെ അവർ ലോജിക്കലായ ഒരു കണ്ടെത്തലിലേക്ക് എത്തണം. അത് അൺബയസ്ഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ തിരിച്ചു വ്യത്യാസങ്ങളൊന്നുമില്ലാതെ, ഇംപാർഷ്യലായ, എല്ലാവർക്കും ഒരുപോലെ എന്ന രീതിയിലുള്ള കൺക്ലൂഷൻസ്. ക്രിട്ടിക്കലി ഇവാലുവേറ്റിംഗ് ഓൾ ദ എവിഡൻസ്. അവർക്ക് ലഭിച്ച എല്ലാ തെളിവുകളിലൂടെയും കടന്നുപോയി അതിൻ്റെയൊക്കെ മൂല്യം നിർണ്ണയിച്ചതിന് ശേഷം. A good scientist is always doing research, perhaps even on her deathbed. ഒരു ഗുഡ് സയൻറ്റിസ്റ്റ്, നല്ലൊരു ശാസ്ത്രജ്ഞൻ എപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തിന്? മരണക്കിടക്കയിൽ പോലും എന്നാണ് പറയുന്നത്. അജിത്, who in your opinion can become a scientist? അജിത്തിൻ്റെ അഭിപ്രായത്തിൽ ആർക്കാണ് ഒരു സയൻറ്റിസ്റ്റ് ആവാൻ സാധിക്കുക? അജിത്ത് എന്താ പറയുന്നത്? നോട്ട് എവ്രി വൺ ക്യാൻ ബിക്കം എ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്. എല്ലാവർക്കും വലിയൊരു ശാസ്ത്രജ്ഞനാവാൻ സാധിക്കില്ല. ബട്ട് എ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് കെൻ കം ഫ്രം എനിവെയർ. എന്നാൽ നല്ല ഒരു ശാസ്ത്രജ്ഞന് എവിടെ നിന്ന് വേണമെങ്കിലും വരാം. സോ ഐ വുഡ് സേ എനി വൺ ക്യാൻ ബിക്കം എ സയൻറ്റിസ്റ്റ്. അതുകൊണ്ട് ഞാൻ പറയും ആർക്കും ഒരു സയൻറ്റിസ്റ്റ് ആവാമെന്ന്. ഫൈനലി അജിത്, വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു യങ്സ്റ്റേഴ്സ്? എന്താണ് യുവതലമുറയ്ക്ക് കൊടുക്കാനുള്ള അങ്ങയുടെ ഒരു മെസ്സേജ്? അജിത്ത് എന്താ പറയുന്നത്? ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഫോളോ യുവർ ഇൻട്രസ്റ്റ് ആൻഡ് പാഷൻ ആൻഡ് വർക്ക് ഹാർഡ്. ഒരിക്കലും നിങ്ങളുടെ താല്പര്യമുള്ള കാര്യം, നിങ്ങൾക്ക് പാഷനുള്ള ആ ഒരു കാര്യമില്ലേ, അത് ഫോളോ ചെയ്യുന്നതിന് നിങ്ങൾ മടി കാണിക്കരുത്. ഹെസിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ മടി കാണിക്കുക. അതിന് നിങ്ങൾ മടി കാണിക്കരുത്. എന്നിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഐ വുഡ് ഏർജ് യു ടു ഫോളോ യുവർ ഇൻട്രസ്റ്റ് സീരിയസ്ലി. ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. ഏർജ് എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുന്നു. എന്തിന്? നിങ്ങളുടെ സ്വന്തം ഇൻട്രസ്റ്റിനെ ഫോളോ ചെയ്യാനായി. നിങ്ങൾക്ക് താല്പര്യമുള്ളത് എന്തിനാണോ അതിനെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. ഓഫ് കോഴ്സ് യു വിൽ ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായി വരും എന്തായാലും. ഇഫ് യു ഡു വർക്ക് ഹാർഡ്, ഐ സ്ട്രോങ്ലി ബിലീവ് ദർ ഇസ് എ പ്ലേസ് ഫോർ എവ്രി വൺ. നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ എല്ലാവർക്കും ഒരു സ്ഥാനം ഉണ്ട്. എല്ലാവരും അതിലേക്ക് എത്തിച്ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച് അജിത്ത്. അജിത്തിനോട് നന്ദി പറയുന്നു. വി വിൽ ഓൾവേസ് ട്രഷർ ദിസ് എക്സ്പീരിയൻസ് ഓഫ് ടോക്കിംഗ് ടു യു. നിങ്ങളോട് സംസാരിച്ച ഒരു നിമിഷം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഞങ്ങളത് വളരെ വിലപ്പെട്ടതായിട്ട് കാണുന്നു. അജിത്ത്, ഇറ്റ്സ് മൈ പ്ലഷർ.
താങ്ക് യു വെരി മച്ച് ഇൻഡീഡ്. ഇങ്ങോട്ടേക്കും ആ ഇൻ്റർവ്യൂ ചെയ്ത വ്യക്തിയോടും അജിത്ത് നന്ദി പറയുന്നു. അങ്ങനെ ആ ഇൻ്റർവ്യൂ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻ്റർവ്യൂ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ളത് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ്. അപ്പോൾ അത് രണ്ടുമായിട്ട് എത്രയും വേഗം അടുത്ത ദിവസം കാണാം. താങ്ക് യു.